ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇത്രയും കാര്യങ്ങൾക്ക് പാമ്പ്ളാനി പിതാവ് ഉറപ്പ് നൽകി എന്ന പേരിൽ ഏകം ന്യൂസ് വിമതപക്ഷം കാളകൂട വിഷം തുപ്പിയിരുന്നു 21/1/2025. അവർ പ്രക്ഷേപണം ചെയ്ത വീഡിയോയിലെ ചില കാര്യങ്ങളെക്കുറിച്ച് കത്തോലിക്ക സഭയിലെ സത്യവിശ്വാസികളെ അറിയിക്കുകയാണ്. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ബോസ്കോ പിതാവിൻ്റെ രാജി ഇപ്പോൾ സ്വീകരിച്ചത് എന്തുകൊണ്ട്? എല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ വത്തിക്കാൻ പെട്ടെന്ന് രാജി സ്വീകരിക്കുക, അത് എന്തുകൊണ്ട്? അതിനുള്ള ഉത്തരം ഈ വീഡിയോയുടെ സമാപനത്തിൽ ഞാൻ നൽകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് പാമ്പ്ളാനി പിതാവിൻ്റെ ഉറപ്പ് അങ്ങനെയായിരുന്നു ഈ ഏകം ന്യൂസ് വിമതപക്ഷത്തിൻ്റെ ഒരു തലക്കെട്ട്. അപ്പോൾ അവരുടെ വേർഷൻ, അവരുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ഞാൻ ആദ്യം വായിക്കാം. ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനിയും 21 വൈദികരും തമ്മിലുള്ള ചർച്ച ആശാവഹം. എറണാകുളം അങ്കമാലി അതിരൂപത മെട്രോപൊളിറ്റൻ വികാരി മാർ ജോസഫ് പാമ്പ്ളാനിയും ആർച്ച് ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനായജ്ഞം നടത്തി പോലീസിൻ്റെ അതിക്രമങ്ങൾക്ക് വിധേയരായി 21 വൈദികരും തമ്മിലുള്ള രണ്ടാം വട്ട ചർച്ച ഇന്ന് രാവിലെ 21/1/2025 10:30 മുതൽ 1 മണി വരെ ആർച്ച് ബിഷപ്സ് ഹൗസിൽ നടന്നു. മുൻ ചർച്ചയിലെ ധാരണ പ്രകാരം ആർച്ച് ബിഷപ്സ് ഹൗസിൽ നിന്ന് പോലീസ് സാന്നിധ്യം ഒഴിവാക്കിയത് തുടർ ചർച്ചകൾക്ക് ആശാവഹമാണെന്ന് വൈദികർ അറിയിച്ചു. ഇതിനകത്ത് ഈ വാർത്തയിൽ വസ്തുതാപരമായ പല പിശകുകളും കാണാം. ഒന്നാമതായി, പ്രാർത്ഥനായജ്ഞം നടത്തി പോലീസിൻ്റെ അതിക്രമങ്ങൾക്ക് വിധേയരായ 21 വൈദികർ. ആ വാചകത്തിൽ തന്നെ 3 തെറ്റുകളുണ്ട്. പ്രാർത്ഥനായജ്ഞം പോയിട്ട് ഒരു കരുണക്കൊന്ത പോലും ഈ 21 വൈദികർ അവിടെ ചൊല്ലിയിട്ടില്ല. അവർ അവിടെ കഴിക്കാൻ കൊണ്ടുവന്ന ഭക്ഷണങ്ങളുടെയും ചിപ്സിൻ്റെയും മറ്റോ ഒരു കൂമ്പാരം തന്നെ നമുക്കതിൻ്റെ രേഖകളെല്ലാം ഉണ്ട്, ഫോട്ടോസുണ്ട്, വീഡിയോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു കൊന്ത പോലും അവർ ചൊല്ലിയിട്ടില്ല. ജപമാല, ഇത്ര വേലം ജപമാല, കുരിശൻ്റെ വഴി എന്നെല്ലാം അല്ലേ, ഏകീകൃത കുർബാന നടപ്പായാൽ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് വീരവാദം അടിച്ചിരുന്നവർ ഒരു കരുണക്കൊന്തയോ ഒരു ജപമാലയോ ഒരു കുരിശൻ്റെ വടിയോ യാതൊന്നും അവിടെ ചൊല്ലിയിട്ടില്ല. ഇത്രയും ദിവസങ്ങൾ 9, 11, 12, 13 ദിവസങ്ങളിൽ ഇല്ലേ അവിടെ കുത്തിയിരുന്നിട്ട് 9-ാം തീയതിയാണല്ലോ അവർ അതിക്രമിച്ച് കയറിയത്. ഒരു സംഗതിയും ചെയ്തിട്ടില്ല. യജ്ഞം എന്ന് പോയിട്ട് പ്രാർത്ഥന യജ്ഞം, ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല. യജ്ഞം എന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ അവർക്ക് അറിയാവോ? അതുകൊണ്ട് പ്രാർത്ഥനായജ്ഞം നടത്തി എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പും നുണയുമാണ്. വലിയ വായിൽ യജ്ഞം എന്നൊക്കെ പറയാം, പക്ഷെ അവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല. 2, പോലീസിൻ്റെ അതിക്രമങ്ങൾക്ക് വിധേയരായ ആ പ്രസ്താവനയും തെറ്റാണ്. പോലീസിനെ പ്രകോപിപ്പിച്ചും ആക്രമിച്ചും ക്രമസമാധാന പ്രശ്നം ഉയർത്താൻ ശ്രമിച്ച വൈദികരെന്ന് പറയണം. പോലീസിനെ പ്രകോപിപ്പിച്ചും ആക്രമിച്ചും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക, അതാണ് അവരുടെ തന്ത്രമായിരുന്നത്. 3, 21 വൈദികർ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. 21 വൈദികരല്ലല്ലോ അവർ വിമത വൈദികർ എന്ന് പോലും പറഞ്ഞാൽ പോരാ. അന്ന് ഈ അവിടെ ഉണ്ടെന്ന പോലീസിൽ വനിതാ പോലീസ് പറഞ്ഞത് ഇവർ പൂജാരിമാരാണെന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി, അവിടെ ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇവർ പൂജാരിമാരാണെന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി, അതിൽ തെറ്റുപറ്റി. പൂജാരിമാരുടെയോ വൈദികരുടെയോ പുരോഹിതന്മാരുടെയോ യാതൊരു ലക്ഷണവും അവർ കാണിച്ചില്ല. ഇതെല്ലാ വൈദികർ, ഞാനോട് എല്ലാ വൈദികർക്കും വലിയ എന്താ പറയുക, നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. നമ്മുടെ തല ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം തല താഴ്ത്തിപ്പോകുന്ന തരത്തിൽ നാണക്കേടുണ്ടാക്കിയ കാര്യങ്ങളാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ സഹോദര വൈദികരെന്ന് വിളിക്കണമെന്നാണ് ഇവർ പറയണേ. സഹോദര വൈദികരെന്ന് വിളിച്ചാൽ ഒരുപാട് പേര് നല്ലവരപ്പുറത്തുണ്ട്. അവരുടെ പ്രതിച്ഛായയാണ് നഷ്ടപ്പെടുക ഇവരെ സഹവൈദികർ സഹോദര വൈദികരെന്ന് വിളിച്ചാൽ. കാരണം അത്രയും മോശമായ പെരുമാറ്റമായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്ന് പോലീസ് സാന്നിധ്യം ഒഴിവാക്കിയത് തുടർ ചർച്ചകൾക്ക് ആശാവഹമാണെന്ന് വൈദികർ അറിയിച്ചു. എന്താ ശരിക്കും ഉണ്ടായതെന്ന് അറിയാമോ? വിമത വൈദികർ ഇനിയും ആക്രമണം നടത്തുകയില്ലെന്ന് വാക്കുകൊടുത്തു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മൗണ്ട് സെൻറ് തോമസിലാണെങ്കിലും
ആർച്ച് ബിഷപ്സ് ഹൗസിലാണെങ്കിലും ബസിലിക്കയിലാണെങ്കിലും ആക്രമണം നടത്തുന്ന ഒരേ ഒരു കൂട്ടരാണ് വിമത വൈദികരും അവരുടെ അൽമായ മുന്നേറ്റക്കാരും. വേറെ ആരും ആക്രമണം നടത്തുന്നില്ല. അവർ ആക്രമണം നടത്തുന്നില്ലെന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ പിന്നെ പോലീസിന്റെ സാന്നിധ്യം വേണ്ട. അവിടെ പോലീസ് സംരക്ഷണം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇവരുടെ ആക്രമണം ഇല്ലേ, ഇവർ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ പോലീസ് സംരക്ഷണം വേണ്ടി വന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവനെ ആക്രമിക്കില്ല, അതിരൂപത മെത്രാസന മന്ദിരം ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് വിമത വൈദികരും അൽമായ മുന്നേറ്റ ഗുണ്ടകളും വാക്ക് കൊടുത്തപ്പോൾ പോലീസ് സംരക്ഷണം പിൻവലിച്ചു, പോലീസ് സാന്നിധ്യം പിൻവലിച്ചു. ചെയ്യുന്നത് അവർ തന്നെ, ആക്രമിക്കുന്നവർ തന്നെ, ആക്രമണം ഇല്ലാതെ വാക്ക് കൊടുക്കുന്നവർ തന്നെ. അപ്പോൾ പിന്നെ പോലീസിന്റെ സാന്നിധ്യം വേണ്ടല്ലോ. എന്തിനാണ് ഇവർ പോലീസ് സാന്നിധ്യം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയൊക്കെ പരിശ്രമിച്ചത്? ഇതൊരു ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റണം, എന്നിട്ട് അവിടുത്തെ കൂരിയായി മാറ്റണം. അതാണ് ഇവരുടെ കാര്യം. അല്ലാതെ ഏകീകൃത കുർബാന പോലും അല്ല പ്രശ്നം. കാരണം കൂരി അവിടെ ഉണ്ടായാൽ ഏകീകൃത കുർബാന ചൊല്ലേണ്ടി വരും. അപ്പോൾ അവർ കൂരിയായി മാറ്റുക, അതിനൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക, പോലീസിനെ ആക്രമിക്കുക, പോലീസിനെ പ്രകോപിപ്പിക്കുക, എന്നിട്ട് കളക്ടറെയോ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടുത്തിയിട്ട് കൂരിയായി മാറ്റുക എന്നൊരു അജണ്ട വയ്ക്കുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. വൈദികർ അറിയിച്ചെന്ന് പറയണേ. വൈദികർ ആകെ 2 പേരാണ് വന്നത്. ഒരാൾ പരിക്ക് പറ്റാത്ത കൈ വെച്ച് കെട്ടി അങ്ങനെ വരാറുള്ള ഒരു കപടനാട്യം നടത്തുന്ന ഒരാൾ, പിന്നെ താൻ പോയി തന്നെ പണി നോക്കണോ എന്ന് പോലീസിനോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന മറ്റൊരാൾ. ഇത് 2 പേരും വൈദികരാണോ എന്ന് ബലമായ സംശയം ലോകത്തെല്ലാവർക്കും ഉണ്ട്. ഏകം ന്യൂസ് വിമതപക്ഷത്തിൻ്റെ അവരുടെ പ്രക്ഷാപനത്തിലേക്ക് ചർച്ചയുടെ വിശദാംശങ്ങൾ ഇവയാണ്. ഏക ന്യൂസിൽ വന്നിരിക്കുന്ന കാര്യം. 1. സെന്റ് മേരീസ് പള്ളിയിലെ ഭരണ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മണവാളനച്ഛനുമായി ചർച്ച തുടരുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പമ്പ്ലാനി ഉറപ്പ് നൽകി. ഈ ഉറപ്പ് പുറത്തു വരുന്നതിന് മുമ്പേ ഹൈക്കോടതി മണവാളനച്ഛനോട് പറഞ്ഞു, ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോടെ, നാണമില്ലേ തങ്ങൾക്ക് ഈ ഓഫീസിൽ എങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാൻ? താങ്കളെ നിയമിച്ചത് സഭാധികാരികൾ, താങ്കളെ മാറ്റിയതും സഭാധികാരികൾ, നിങ്ങൾ സഭാത്മകമായ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ലേ, അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോടെ എന്ന് മണവാളനച്ഛനോട് പണ്ടേ ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും മണവാളനച്ഛനുമായി പമ്പ്ലാനി പിതാവ് ചർച്ച ചെയ്യാൻ പോകുമെന്ന് ആരും വിചാരിക്കുന്നില്ല, നടക്കില്ല. ഹൈക്കോടതിയുടെ ലംഘനമായിട്ട് വരില്ല, ഈ വിധിയുടെ ലംഘനമായിട്ട് വരില്ലേ? അങ്ങനെ സംഭവിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉറപ്പ് നൽകി എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഹൈക്കോടതി മണവാളനച്ഛനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഉറപ്പ് വെള്ളത്തിൽ വരച്ച വരിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ഏകം ന്യൂസിലേക്ക്. ഏകം ന്യൂസ് വിമതപക്ഷം എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഏകം എന്ന പേരിൽ തന്നെ ഒരുപാടുണ്ട്. ഇപ്പോൾ അതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഏകം ന്യൂസ് വിമതപക്ഷം എന്ന് ഞാൻ പറയുകയാണ്. കാരണം അവർ സഭയ്ക്ക് അനുകൂലമല്ല, എല്ലാ കാര്യങ്ങളും സഭ വിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് അവർ നിയന്ത്രിക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അടുത്ത കാലത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊരു നോട്ടീസെല്ലാം കൊടുത്തിട്ടുണ്ട്. പണ്ടേക്ക് കൊടുക്കേണ്ടതാണ്, എന്തോ ഇച്ചിരി സാവകാശമാണെങ്കിലും അവർക്കൊരു കാനോണിക്കൽ നോട്ടീസെല്ലാം നൽകിയിട്ടുണ്ട്. ബസിലിക്ക ഉൾപ്പെടെ ഒരു ഇടവകയിലും സമാന്തര ഭരണ സംവിധാനം പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും അദ്ദേഹം മാർ ജോസഫ് പാംബ്ലാനി ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. എന്താ സംശയം? പ്രോത്സാഹിപ്പിക്കില്ല. സമാന്തര ഭരണ സംവിധാനം ഒരു സ്ഥലത്തും പ്രോത്സാഹിപ്പിക്കില്ല. അഡ്മിനിസ്ട്രേറ്റർക്ക് പകരം പുതിയ വികാരിച്ചിനെ നിയമിക്കുക ചെയ്യുക. ഇനി അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കേണ്ടി വന്നാലും അത് പ്രോത്സാഹനമല്ലല്ലോ, അതൊരു സഭാ നടപടിയല്ലേ. അതുകൊണ്ട് സമാന്തര ഭരണ സംവിധാനം അല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല. മറിച്ച് ഈ അഡ്മിനിസ്ട്രേറ്റർ വെച്ചാൽ, വികാരി ഉള്ളിടത്ത് അഡ്മിനിസ്ട്രേറ്റർ വെച്ചാൽ അതാണ് ഭരണ സംവിധാനം, അല്ലാതെ സമാന്തര ഭരണ സംവിധാനം അല്ല. അതാണ് ശരിക്കുള്ള സഭയുടെ ഭരണ സംവിധാനം. അതുകൊണ്ട് സമാന്തര ഭരണ സംവിധാനം ഒരിക്കലും സഭ പ്രോത്സാഹിപ്പിക്കില്ല. സഭയ്ക്ക് ഒറ്റ ഭരണ സംവിധാനമേ ഉള്ളൂ. വികാരി മാറാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ, സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ വയ്ക്കും. അതാണ് സഭയുടെ ഭരണ സംവിധാനം. അവിടെ മാറ്റിയിട്ടും പോകാതിരിക്കുന്നവരാണ് ഈ സമാന്തര ഭരണ സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് പാംബ്ലാനി പിതാവ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അത് അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ കറക്റ്റാണ്. അടുത്തത് ഏകം ന്യൂസ് വിമതപക്ഷം. സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ അതിരൂപതര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് വൈദികർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇക്കാര്യം മീഡിയ കമ്മീഷനുമായി ചർച്ച ചെയ്യാമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സമ്മതിച്ചു. ഇവിടെ 2 ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ട്. ഒന്ന്, സീറോ മലബാർ സഭയിൽ പെട്ടതല്ലേ എറണാകുളം അങ്കമാലി അതിരൂപത? അപ്പോൾ അവിടെ നടക്കുന്ന ഈ കോലാഹലങ്ങളിൽ
സഭയുടെ നിലപാട് വിശദീകരിക്കാൻ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ അധികാരമില്ലേ? അപ്പോൾ മീഡിയ കമ്മീഷൻ ഈ അതിരൂപതയുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണോ? അല്ലല്ലോ. മാധ്യമ കമ്മീഷൻ, മീഡിയ കമ്മീഷൻ ആവശ്യത്തിന് ഇടപെടുന്നില്ലെന്നാണ് ലോകം മുഴുവൻ പറയുന്നത്. കാരണം ഇത്രമാത്രം കോലാഹലം ഉണ്ടായിട്ടും മീഡിയ കമ്മീഷൻ പല കാര്യങ്ങളും നിശബ്ദത പാലിച്ചെന്നുള്ളൊരു പരാതിയാണ് ലോകത്ത് മുഴുവൻ. അവർ ആവശ്യത്തിന് ഇടപെടുന്നില്ലെന്നാണ്. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയാണ് അനാവശ്യമായിട്ട് ഇടപെടുന്നു. അപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപത ഒരു സ്വതന്ത്ര സഭയായിട്ട് അവർ ഇങ്ങനെ പ്രഖ്യാപിച്ച പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ അവരുടെ കാര്യം ഇടപെടാൻ പാടില്ല അത്രേ. അത് അനാവശ്യമാണത്രേ. 2, ഈ വിമത ഏകം ന്യൂസിലും മറ്റ് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും വാർത്തകളും വരുന്നത് ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനി ഈ വിമതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കില്ലേ? അവരിങ്ങോട്ട് പറയാണ് മാധ്യമ കമ്മീഷൻ, സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ, മീഡിയ കമ്മീഷൻ ഞങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നു. ഈ വളരെ ബുദ്ധിമാനും കൂർമ്മബുദ്ധിയുള്ള ഈ പാംപ്ലാനി പിതാവ് തിരിച്ചവരുടെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ഏകം ന്യൂസ് വഴിയും അതുപോലെയുള്ള മാധ്യമങ്ങൾ വഴിയും സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് അതും നിങ്ങൾ നിർത്തലാക്കേണ്ടതല്ലേ എന്ന് പാംപ്ലാനി പിതാവ് തിരിച്ചങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടാകില്ലേ? ഉണ്ടാകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്ക് തെളിവൊന്നുമില്ല, പക്ഷെ അങ്ങനെ ചോദിച്ചിരിക്കാനാണ് സാധ്യത. വീണ്ടും ഏകം ന്യൂസിലേക്ക്. തുടർ ചർച്ചകളിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സാന്നിധ്യം വൈദികർ ആവശ്യപ്പെടുകയും അതിനെ പിന്താങ്ങിക്കൊണ്ട് ഇക്കാര്യം മേജർ ആർച്ച് ബിഷപ്പിനോട് സംസാരിച്ച് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാമെന്ന് ജോസഫ് പാംപ്ലാനി ഉറപ്പ് നൽകി. എന്തിനാണ് ഈ വിമത വൈദികർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നത്? എന്തിനാണ് അവരിങ്ങനെ വാശി പിടിക്കുന്നത്? തീർച്ചയായിട്ടും മേജർ ആർച്ച് ബിഷപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലവൻ. സീറോ മലബാർ സഭയുടെ തലവനായിരിക്കും പോലെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും വൈദികർ, ഈ വിമത വൈദികർ എന്ന് പറയുന്നവർക്കും അല്ലാത്ത വൈദികർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യപ്പെടാൻ അവകാശമുണ്ട്, ശരിയുമാണ്. എങ്കിലും എന്തിനാണ് ഈ വിമത വൈദികർ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അതിന് പുറകിൽ സതുദ്ദേശമല്ല. ഞങ്ങളുടെ ശരിയായ നേതാവ് വരട്ടെ, ഞങ്ങൾ അദ്ദേഹത്തെ കേൾക്കാം, ഞങ്ങൾ അനുസരിക്കാം, ആ ഉദ്ദേശത്തോടു കൂടിയല്ല അവർ പറയുന്നത്. പിന്നെന്താണ്? ഞാൻ വിചാരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹവും അതായത് റാഫേൽ തട്ടിൽ പിതാവും മേജർ ആർച്ച് ബിഷപ്പും ഞങ്ങൾക്ക് കാര്യങ്ങൾ ഉറപ്പ് നൽകിയെന്ന് ഒരു നോട്ട് ബുക്ക് പൊക്കി പിടിച്ചിട്ട് ഈ ഏക ന്യൂസിൽ വരാൻ, അതിനു വേണ്ടിയിട്ടാണ്. പാംപ്ലാനി പിതാവ് മാത്രമല്ല, മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയെന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പൊക്കെ സംഘടിപ്പിച്ച് ഒരു നോട്ട് ബുക്കും പൊക്കി പിടിച്ച് ഏകം ന്യൂസിന് മുമ്പിൽ വരാൻ, മറ്റ് മീഡിയകളുടെ മുമ്പിൽ വരാൻ. അതാണ് ഒരു ലക്ഷ്യം. 2, പറ്റുമെങ്കിൽ അദ്ദേഹത്തെയും കെണിയിൽ വീഴ്ത്തി നോക്കാൻ, പറ്റുമെങ്കിൽ അദ്ദേഹത്തെയും കെണിയിൽ വീഴ്ത്തുക. ഇതവരുടെ സഹജ സ്വഭാവം. ചതിക്കുക എന്നുള്ളത് ഒരു സഹജ സ്വഭാവമാണ്. ബൈബിളിൽ ഈ യാക്കോബ് ചേട്ടനെ പറ്റിച്ചു, പിന്നെ അപ്പനെ ചതിച്ചു, അങ്ങനെ പോയി അമ്മയുടെ ആങ്ങള ലാബാൻ്റെ അടുത്തേക്ക് പോയി. ലാബാൻ്റെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയാണ് താൻ ഇങ്ങനെയൊക്കെ പറ്റിച്ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആങ്ങള പറഞ്ഞു, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് എന്ന് പറഞ്ഞെന്താ അർത്ഥം? അണ്ണാനെ മരംകറ്റം പഠിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ ലെഗസി തന്നെ, നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ പൈതൃകം തന്നെ ചതിയാണ്, വഞ്ചനയാണ്. അപ്പോൾ നിന്നെ അത് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നീ എൻ്റെ പെങ്ങളുടെ മോനല്ലേ, നിന്നെ ചതിയും വഞ്ചനയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. വാസ്തവത്തിൽ ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അതാണ്. അവരുടെ സഹജ സ്വഭാവം മറ്റുള്ളവരെ കെണിയിൽപ്പെടുത്തുക, ചതിക്കുക, വഞ്ചിക്കുക എന്നാണ്. അപ്പോൾ വിമത വൈദ്യർ അൽമായ മുന്നേറ്റക്കാരോട് പറയും, നിങ്ങൾ ഞങ്ങളുടെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. അവർ തിരിച്ചും ഇങ്ങോട്ട് പറയും. ഇതിന് വേണ്ടിയിട്ടാണ് മേജർ ആർച്ച് ബിഷപ്പിനെ കാണണമെന്നോ ആരൊക്കെ കാണണമെന്ന് പറഞ്ഞാലും അവരുടെ ഒരു അജണ്ടയുണ്ട്, രഹസ്യ നിഗൂഢ അജണ്ട. അതിലെങ്ങനെയെങ്കിലും ഒരു പെടുത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് മേജർ ആർച്ച് ബിഷപ്പിനും പാംപ്ലാനി പിതാവിനും കഴിയുമെന്ന കാര്യം അവർക്ക് അത് അറിയാം. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാലോ. ഈ പണ്ട് കെ കരുണാകരനെ കുറിച്ച് ഒരു തമാശ പറയാറുണ്ട്. ആന്റണി രാജിവെക്കണം. എന്തിനിപ്പോൾ അത് പറയണേ? പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ചെയ്താലോ. ആന്റണി അങ്ങനെ രാജിക്കത്ത് പോക്കറ്റിൽ നടക്കുന്നു എന്നാണ് വെപ്പ്. പോയൊരു വാക്ക് അങ്ങ് രാജി വെച്ചാലോ എന്ന് പറഞ്ഞ മാതിരി ഇവരൊന്ന് കെണിയിൽ പെടുത്തി നോക്കിയാലോ. പോയാൽ സാരില്ല, പിന്നെ ശ്രമിക്കാലോ. ഇപ്പം പെട്ടുപോയാലോ നമുക്ക് ഭാഗ്യമായില്ലേ എന്ന് വിചാരിക്കുകയാണ് ഇവർ. അടുത്തത് ഏകൻ ന്യൂസ്.
സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികരുടെ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പഠിക്കുന്നത് വരെ തുടർ നടപടികൾ ഉണ്ടാവുകയില്ലെന്ന് ആർച്ച് ബിഷപ്പ് വൈദികർക്ക് ഉറപ്പ് നൽകി. അങ്ങനെ ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് പാമ്പ്ലാനി പിതാവ് നമ്മളെ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ PRO പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ ജോഷി പുതുവ വഴി പാമ്പ്ലാനി പിതാവ് നിർദ്ദേശം നൽകിയിട്ട് തന്നെ പറഞ്ഞു, സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ ഇനി ആ കൂതാശ വിലക്ക് ലംഘിച്ചാൽ ശിക്ഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്ന് പാമ്പ്ലാനി പിതാവ് നിർദ്ദേശിച്ചതനുസരിച്ച് ഫാദർ ജോഷി പുതുവ രേഖാമൂലം നമ്മെ എല്ലാം അറിയിച്ചു കഴിഞ്ഞു. 1, അതാണ് ഔദ്യോഗിക അറിയിപ്പെന്നും പറഞ്ഞു. അത് സഭയുടെ ഔദ്യോഗിക നിലപാട്. 2, കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയിട്ടുള്ളവർ ആ രേഖ പുറത്തു വന്ന അന്ന് മുതൽ 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ മേൽ നടപടികൾക്ക് പോകുമെന്നും പാമ്പ്ലാനി പിതാവ് വ്യക്തമാക്കി. അപ്പോൾ ഈ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഞങ്ങൾക്ക് ഉറപ്പ് നൽകി എന്ന് വിമതർ പറയുന്നത് ഒന്നുകിൽ അവരുടെ നുണ, അല്ലെങ്കിൽ അവരുടെ വെറും ഭാവന, അല്ലെങ്കിൽ വ്യാമോഹം. പിന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരോടും. മാർപ്പാപ്പയുടെ കീഴിൽ സ്വന്തം സഭ രൂപീകരിച്ചിരിക്കുന്നു ഞങ്ങൾ. എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ കീഴിലല്ല. അതുകൊണ്ട് മാധ്യമ കമ്മീഷൻ ഇടപെടേണ്ട, ആരും ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ഈ നടക്കുന്നവർ, നിങ്ങൾ എന്തിനാ ഇത്രമാത്രം ഈ കാനോനിക നടപടികൾ കാണുമ്പോൾ പേടിക്കുന്നത്? ഈ കാനൻ നിയമം കടലിലെറിയൂ എന്ന് പറഞ്ഞ വട്ടോളിച്ചിനും മറ്റും നിങ്ങളുടെ കൂടെയില്ലേ? ആ കാനൻ നിയമം നിങ്ങൾ കടലിലെറിയൂ എന്ന് പറഞ്ഞ കാനൻ നിയമമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് എത്രമാത്രം പേടിക്കണേ? നിങ്ങൾ ആ കാനൻ നിയമം കടലിലെറിഞ്ഞിരിക്കല്ലേ? അതാ ബോട്ടുകാരോടൊക്കെ, ഈ മീൻ പിടിക്കാൻ വന്ന ബോട്ടുകാരുടെ ഈ കാനൻ നിയമത്തിൻ്റെ കോപ്പി എവിടെയെങ്കിലും കിടക്കണ്ടോ നോക്കാൻ പറ. നിങ്ങൾ കടലിലെറിഞ്ഞ കാനോൻ നിയമം ഉണ്ടല്ലോ, അതാണിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് വരാൻ പറയൂ. വട്ടോളിച്ചിനെ പറഞ്ഞു വിട്ടാൽ മതി, അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് എറിഞ്ഞതെന്നുള്ളത്. ഏക ന്യൂസിലേക്ക്. ഏതെങ്കിലും വൈദികർക്ക് അവർ രാജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ തടസ്സമുണ്ടായാൽ ആർച്ച് ബിഷപ്പിനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം പാമ്പ്ലാനി പിതാവ് ഉൾപ്പെടുന്ന മെത്രാൻ സിനഡ് വളരെ വ്യക്തമായിട്ട് പല പ്രാവശ്യം രേഖാമൂലം അറിയിച്ചിരിക്കുന്ന കാര്യം എന്താണ്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതെങ്കിലും വൈദികനോ ഏതെങ്കിലും മെത്രാനോ ഏകീകൃത കുർബാന അർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ആ രാജപാലന ശുശ്രൂഷ തടയുന്നതെന്ന് ആരും ശുശ്രൂഷ നിർവഹിക്കുന്നതെന്ന് ആരും തടയാൻ പാടില്ല. എത്ര പ്രാവശ്യമാണ് ഇത് മെത്രാന്മാർ നമ്മൾ അറിയിച്ചിരിക്കുന്നത്? അതായത് ഏതെങ്കിലും വൈദികർക്ക് സഭയുടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നതിന് തടസ്സമുണ്ടാക്കരുത് എന്ന്, അതായത് ഏകീകൃത കുർബാന ചൊല്ലും തടസ്സമുണ്ടാക്കരുതെന്ന്, ഉണ്ടാക്കിയാൽ ഞങ്ങൾ അറിയിക്കണമെന്ന് മെത്രാന്മാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നതാണ്, ഇവർ തല തിരിച്ചു വെച്ചിരിക്കുക. ഞങ്ങളുടെ വൈദികരെ അവർ അജപാലന ശുശ്രൂഷ നിർവഹിക്കൽ തടസ്സമുണ്ടാക്കിയാൽ ആർച്ച് ബിഷപ്പിനെ അറിയിക്കണം. അങ്ങനെ ഒരു വകുപ്പ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അതായത് വിമത വൈദികരുടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ തടസ്സമുണ്ടാക്കിയാൽ മെത്രാന്മാർ അറിയിക്കണമെന്ന് ഒരു മെത്രാനും അറിയിച്ചിട്ടില്ല. ഏകീകൃത കുർബാനയും സഭയുടെ നടപടികളും നിർവഹിക്കുന്നതിൽ തടസ്സപ്പെടുത്തിയാലാണ് അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാമ്പ്ലാനി പിതാവ് ഓർത്ത് കാണും, ഒന്നുകിൽ ഇവർക്ക് ബുദ്ധിയില്ല. കാരണം അജപാലന ശുശ്രൂഷ നിർവഹിക്കൽ തടസ്സമുണ്ടായാൽ ആർച്ച് ബിഷപ്പിനെ അറിയിക്കണം. അത് ഏകീകൃത കുർബാന ചൊല്ലുന്നതിന് തടസ്സമാണ്. അതാണ് പാമ്പ്ലാനി പിതാവിൻ്റെ മനസ്സിൽ. ഇവരുടെ മനസ്സിൽ തല തിരിഞ്ഞു. എല്ലാം തല തിരിഞ്ഞാണല്ലോ ഇവർ മനസ്സിലാക്കുന്നത്. അതാണ് അവരുടെ പ്രശ്നവും. വൈദികർ സ്ഥലം മാറ്റം പുതിയ കൂരിയാട് നിയമത്തിന് ശേഷം മതിയെന്ന് വൈദികർ നിർദ്ദേശിക്കുകയും അതിനാൽ വൈദിക സ്ഥലം മാറ്റം മെയ് മാസത്തിലേക്ക് മാറ്റിവെക്കുന്നതിന് തടസ്സമില്ലെന്ന് ആർച്ച് ബിഷപ്പ് അറിയിക്കുകയും ചെയ്തു. നവവൈദികരുടെ നിയമനം പുതിയ കൂരിയാട് നിയമത്തിന് ശേഷം ഉടനെ നടത്തുന്നതാണ്. ഈ നിങ്ങളിപ്പോൾ കണ്ടു കാണും, ഇന്നലെ തന്നെ ഇപ്പോഴത്തെ കൂരിയ നവവൈദികരെ നിയമിക്കുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തു ഇല്ലേ? ഫെബ്രുവരി 15 മറ്റോ തോന്നുന്നു. പുതിയ കൂരിയ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴത്തെ കൂരിയ നവവൈദികരെ നിയമിക്കാനുള്ള ആ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പുതിയ കൂരിയ വന്നതിന് ശേഷം ഇതൊക്കെ നടത്തുമെന്ന് ഈ വിമത വൈദികർക്ക് ഉറപ്പ് കൊടുത്തു, പാമ്പ്ലാനി പിതാവ് ഉറപ്പ് കൊടുത്തു എന്ന് പറയുന്നത് നുണയല്ലേ? അവർ വെറുതെ ഒരു നോട്ട് ബുക്കും ഇങ്ങനെ എടുത്തു വന്നിട്ട് ഇങ്ങനെയെല്ലാം പാമ്പ്ലാനി പിതാവ് ഉറപ്പ് നൽകിയെന്ന് പറയാണ്. പാമ്പ്ലാനി പിതാവ് അങ്ങനെ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ലെന്ന് പാമ്പ്ലാനി പിതാവ് തന്നെ ഫാദർ ജോഷ് പുതുവയിലൂടെ ഔദ്യോഗികം നമ്മൾ അറിയിച്ചു. അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പാലക്കപ്പള്ളി അച്ഛൻ പ്രോട്ടോസെഞ്ചലസ് അദ്ദേഹം നമ്മൾ അറിയിച്ചിരിക്കുന്നു, നവവൈദികരുടെ നിയമനം ഉടനെ ഉണ്ടാകും, ഡേറ്റ് അറിയിച്ചിരിക്കുന്നു. അവർക്ക് അതിൻ്റെ എവിടേക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും. അപ്പോൾ പുതിയ കൂരി വന്നതിന് ശേഷം ഇതൊക്കെ നടത്തുമെന്ന് ഈ വിമത വൈദികർ പുറത്ത് വന്ന് അനൗൺസ് ചെയ്തത് നുണയല്ലേ? പാമ്പ്ലാനി പിതാവ് കൊടുത്ത ഉറപ്പല്ലല്ലോ. ഇത് അവരുടെ ഒരു പ്രശ്നമാണ്.
ആദ്യം വന്ന് ഇങ്ങനെയൊന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് പാമ്പ്ളാനി പിതാവ് ശരിക്കുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളെ വഞ്ചിച്ചു, തകിടം മറിഞ്ഞു, ഗൂഢാലോചന, പിന്നെ കൽദായ ലോബി, മൗണ്ട് തോമസ് ലോബി, ഇങ്ങനെയെല്ലാം വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ച് സഭാവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി അവർ പാമ്പ്ളാനി പിതാവിനോട് ചോദിക്കാതെ, മേജർ ആർച്ച് ബിഷപ്പിന് ചോദിക്കാതെ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുകയാണ്. അവർ ആദ്യം പറഞ്ഞിട്ട് അതിന് വിരുദ്ധമായി ശരിക്കുള്ള സത്യം വരുമ്പോൾ ഇവരെല്ലാം, അതായത് സഭ തകിടം മറിഞ്ഞു, സഭ ഞങ്ങളെ പറ്റിച്ചു എന്നെല്ലാം വരുത്തി തീർക്കാനുള്ള വെറും തറ അടവുകളാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഏക ന്യൂസിൽ വരുന്ന ഒരു കാര്യവും അതിനെ വളരെ മോശമായിട്ട് കാണുകയല്ല. ഒരു കാര്യമെങ്കിലും അവിടെ സഭയ്ക്ക് അനുകൂലമായിട്ടുള്ളത് പറയൂ. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സഭയ്ക്ക് അനുകൂലമായിട്ട് ഒരു കാര്യമില്ല, സഭാവിരുദ്ധ കാര്യങ്ങളല്ലാതെ. അതുകൊണ്ട് അത് വെളിപ്പെടുത്തേണ്ടത് എൻ്റെ ചുമതലയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു കാര്യം, കൂരിയായി നിയമിക്കുമ്പോൾ മുൻ അഡ്മിനിസ്ട്രേറ്റർമാരായ മാർ ആൻഡ്രൂസ് താഴത്തും മാർ ബോസ്കോ പുത്തൂരും സ്വീകരിച്ച മാനദണ്ഡങ്ങൾ ആധാരമാക്കരുതെന്നും അതിരൂപതയുടെ സമഗ്രമായ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവുള്ള വൈദികരെ വെക്കണമെന്നുള്ള മാനദണ്ഡം സ്വീകരിക്കണമെന്നും വൈദികർ ആവശ്യപ്പെട്ടു. മാർ ബോസ്കോ പുത്തൂരാണ് മാർപ്പാപ്പയുടെ കൽപ്പനകളുടെ ഏറ്റവും കൂറു പുലർത്തി ഭരണം നടത്തിയത്. അങ്ങനെയാണ് സഭയുടെ മുമ്പിലും വത്തിക്കാൻ്റെ മുമ്പിലുമുള്ള നിലപാടും റിപ്പോർട്ടും. മാർപ്പാപ്പയുടെ കീഴിൽ ആയിരുന്നല്ലോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിലയിൽ മാർപ്പാപ്പയുടെ കീഴിലായിരുന്നു ബോസ്കോ പിതാവ്. അപ്പോൾ ബോസ്കോ പിതാവ് വളരെ വ്യക്തമായിട്ട് സീറോ മലബാർ സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭ ഏത് വഴിക്കാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് കൃത്യമായി വഴിവെട്ടി തന്നു. കൃത്യമായിട്ട്, അതായത് ഏത് വഴിക്കാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ബോസ്കോ പുത്തൂര് മാർപ്പാപ്പയുടെ കീഴിൽ, ഇല്ലേ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ കീഴിലാണ്. അപ്പൊ കൃത്യമായിട്ട് ഒരു മാർഗരേഖയും ഒരു വഴിയും മാർ ബോസ്കോ പുത്തൂര് വെട്ടി വളരെ ശക്തമായ നിലപാടുകളെടുത്ത് അതിന് കട്ടയ്ക്ക് പിന്തുണയുമായി കൂരിയായും നിന്നു. അപ്പൊ ഏത് വഴിക്ക് മുന്നോട്ട് പോകണമെന്ന്, സീറോ മലബാർ സഭ ഏത് വഴിക്ക് മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായ ഒരു മാർഗം വെട്ടിത്തെളിച്ചിരിക്കുന്നു മാർ ബോസ്കോ പുത്തൂര്. അതുകൊണ്ട് തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ അദ്ദേഹത്തിന്റെ വികാരിയെ നിയമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി തെളിഞ്ഞുവെന്നും അതിനാൽ ഈ സിനഡിൽ തന്നെ ഈ ബോസ്കോ പിതാവിന് പകരമുള്ള ആളെ കണ്ടെത്തണമെന്നും അങ്ങനെ ഇത് ഈ എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ സ്വയാധികാര സഭയുടെ കീഴിലുള്ള ഒരു രൂപതയാണെന്നും അവിടെ എങ്ങനെ നിങ്ങൾ തന്നെ ഭരണം നടത്തണം വഴി തെളിച്ചു കഴിഞ്ഞു. വഴി വെട്ടിത്തെളിച്ച് കൃത്യം കാണിച്ചു തന്നിരിക്കുന്നത് എങ്ങനെ പോകണമെന്ന്. അപ്പൊ ഇനി മാർപ്പാപ്പയുടെ ഇത് സ്വയാധികാര സഭയാണല്ലോ. അപ്പൊ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയുമാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് നടത്തേണ്ടത്. അങ്ങനെ എന്തൊക്കെയാണ് സ്വയാധികാര സഭയുടെ അധികാരമെന്ന് തെളിയിക്കൂ. പറ്റിയ അവസരം ഇപ്പോഴാണ്. കാരണം കൃത്യമായ മാർപ്പാപ്പയുടെ കീഴിൽ വർക്ക് ചെയ്ത ബോസ്കോ പിതാവ് കൃത്യമായ മാർഗം വഴി വെട്ടിത്തെളിച്ച് കാണിച്ചു തന്നിരിക്കുന്നു, ശക്തമായ വഴി കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ബോസ്കോ പിതാവ് വെട്ടിത്തെളിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകാൻ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ സംവിധാനം മെത്രാൻ സിനഡും അതുപോലെ മെത്രാൻ സിനഡ് തീരുമാനിക്കുന്ന അപ്പസ്തോലിക് വികാരിയോ മെട്രോപൊളിറ്റൻ വികാരിയോ എന്താണെന്ന് വെച്ചാൽ അത് സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് വത്തിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് വളരെ കറക്റ്റ് സമയത്താണ് വത്തിക്കാൻ ഇടപെട്ടത്. വത്തിക്കാൻ സീറോ മലബാർ സഭയോട് പറഞ്ഞത് പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളത് സ്വയാധികാര സഭയാണ്, സ്വയാധികാര സഭ, നിങ്ങളുടെ സഭയെ നയിക്കണം നിങ്ങൾ തന്നെയാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. അതിനാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വെച്ച് ഒരു വഴി കാണിച്ചു തന്നത്. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങളുടെ സ്വയാധികാര സഭ വത്തിക്കാൻ കവർന്നെടുത്തു, മാർപ്പാപ്പ കവർന്നെടുത്തു എന്ന പരാതി ഉണ്ടാകരുത്. രണ്ട്, നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം തന്നില്ല, ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊരു പരാതി നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഈ രണ്ട് കാര്യത്തിലും ഞങ്ങൾ ശക്തമായി നിങ്ങൾക്ക് മാതൃക നൽകി കഴിഞ്ഞു. ഒന്ന്, ഏത് മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം ബോസ്കോ പിതാവ് വ്യക്തമാക്കി കഴിഞ്ഞു. രണ്ട്, നിങ്ങളുടെ അധികാരം നിങ്ങൾ തിരിച്ചെടുക്കുക. ഇത് നിങ്ങളുടെ അധികാരമാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞങ്ങളത് ഉപയോഗപ്പെടുത്തിയതാണ്, ഇപ്പം നിങ്ങൾക്ക് തരുന്നു. കാരണം നിങ്ങളുടെ മുമ്പിൽ വഴി വളരെ വ്യക്തമാണ്. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുക. ഒരു സമവായും സമരസപ്പെടലും ചേർത്ത് പിടിക്കലും വേണ്ട, കൃത്യം നടപടികളുമായി മുന്നോട്ട് പോകുക. അങ്ങനെ നടപടികളുമായി മുന്നോട്ട് പോയപ്പോഴാണ് പോലീസിനെ ആക്രമിച്ച് എങ്ങനെയും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വിമത വൈദികർ ശ്രമിച്ചത്. ആ ചർച്ചയ്ക്ക് പോയത് പോലും വത്തിക്കാന്റെ മുമ്പിൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ചുരുക്കത്തിൽ
ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് ബോസ്കോ പിതാവിൻ്റെ രാജി ഇപ്പോൾ സ്വീകരിച്ചു, ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ സ്വീകരിച്ചു? ഞാൻ ആവർത്തിക്കുകയാണ് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ. വത്തിക്കാൻ അകാലത്തിലല്ല ഇടപെട്ടത്, പ്രീമച്ചുറായിട്ടല്ല ഇടപെട്ടത്, വളരെ ആലോചിച്ചുറച്ചാണ്. അതിന് 2 കാരണങ്ങൾ അവർ പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടേത് സ്വയാധികാര സഭയാണ്. സ്വയാധികാര സഭ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്, നിയമം നിങ്ങളുടെ കയ്യിലുണ്ട്, സംവിധാനം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു, ഇത് ഞങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിന് ഒരു കൃത്യമായ തെളിവ് അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തന്നു. എന്താണ് മാർഗമെന്ന് കാണിച്ചു തന്നു. ബോസ്കോ പിതാവിനെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാക്കി വെച്ച് മാർപ്പാപ്പയുടെ കീഴിൽ ആക്കി വെച്ച് ഏതെല്ലാം നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന വഴി വെട്ടിത്തുറന്ന് തന്നു. ഇനി സംശയിക്കേണ്ട കാര്യമില്ല. അതിനാൽ നിങ്ങളുടെ അധികാരം നിങ്ങൾ തിരിച്ചെടുക്കുക, ഞങ്ങൾ കൂടെയുണ്ട്, പക്ഷേ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. വഴി കാണിച്ചു തന്നിരിക്കുന്നു, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഇതിനേക്കാൾ ശക്തമായിട്ട് എങ്ങനെയാണ് ഒരു സന്ദേശം വത്തിക്കാൻ നമുക്ക് നൽകുക? അപ്പോൾ സ്വയാധികാര സഭ എന്ന നമ്മുടെ സഭയെ ബഹുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സ്വയാധികാര സഭയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൈവിട്ടിരിക്കുകയല്ല, കൃത്യമായ ഒരു വഴി വെട്ടിത്തുറന്ന് തന്നിരിക്കുകയാണ്. അതിൽ മുന്നോട്ട് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും വീണ്ടും പറയുകയാണ്, എല്ലാവരോടായിട്ട് പറയുകയാണ്, സഭയുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. കൊച്ചു പരിപാടികളും മറ്റ് പോയാൽ അത് വിമതർക്ക് ഇളതരം കൂടുകയുള്ളൂ. അവർ പിന്നെയും അവരനുസരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതിനാൽ സഭയുടെ സർവ്വസന്നാഹങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഒരു സംശയം അക്കാര്യത്തിലില്ല. അത് കൃത്യമായിട്ട് സന്ദേശം നൽകിയിരിക്കുകയാണ് സഭ. അങ്ങനെ ആയിരിക്കട്ടെ. പിന്നെ ഇവർ പറഞ്ഞ ഈ വിമത വൈദികർ പറഞ്ഞ അതിരൂപതയുടെ സമഗ്ര അജപാലനം എന്താണ് അത് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? അത് ഈ ക്രിസ്മസ് നാളിൽ തന്നെ വട്ടവളിച്ചും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ തല കുത്തി നിന്നും കുർബാന ചൊല്ലും. ഞങ്ങൾക്ക് തോന്നിയാൽ തല കുത്തി നിന്നും ഞങ്ങൾ കുർബാന ചൊല്ലും. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടാലും, പൃഷ്ഠമോ മുൻഭാഗോ ഏത് കണ്ടാലും ഞങ്ങൾക്ക് വിരോധമില്ല. വട്ടവളിച്ചം പറഞ്ഞ വാക്കുകളാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ തല കുത്തി നിന്ന് കുർബാന ചൊല്ലും. അതായത് തോന്നിവാസം നടത്താൻ അനുവദിക്കുന്ന തീരുമാനങ്ങൾ ചോർത്തിക്കൊടുത്ത് ചാരപ്പണി ചെയ്യുന്ന ആളുകളെ കൂരിയായിൽ വെക്കണമെന്നാണ് അവർ സമഗ്ര അജപാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും അത്തരം കെണികളിൽ വീഴാൻ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് ഉദ്ദേശിക്കുന്നില്ല. അവസാനം, അതിരൂപതയെക്കുറിച്ച് വത്തിക്കാനിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് അതിരൂപതയുടെ അവസ്ഥയെന്ന് സത്യസന്ധമായി അറിയിക്കണമെന്ന് വിമത വൈദികർ ആവശ്യപ്പെട്ടു. അവരെന്താ ആവശ്യപ്പെട്ടെന്ന് അവർക്ക് വല്ല ബോധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വാസ്തവവിരുദ്ധമായ റിപ്പോർട്ടുകളല്ല വത്തിക്കാൻ എത്തിയിരിക്കുന്നത്, വസ്തുതാപരമാണ്. വസ്തുതാവിരുദ്ധമല്ല, വസ്തുതാപരം. അതെല്ലാം കൃത്യം കാനണിൽ അറിയാവുന്ന ഒരാളെ കൊടുത്തത്. ആരാ? മാറാണ്ടൂസ് താഴത്തെ പിതാവ്. കാനണിലെല്ലാം കോട്ട് ചെയ്ത് ഏതെല്ലാം കാനണിലോ എല്ലാം ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ചെയ്ത സകല സംഗതികളും കാനണിലടക്കം കോട്ട് ചെയ്ത് വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. അത് കാനഡ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വസ്തുത വിരുദ്ധമായ കാര്യങ്ങളല്ല വത്തിക്കാൻ എത്തിയിരിക്കുന്നത്, വസ്തുതാപരമാണ്. അത് സത്യസന്ധമായിട്ടാണ്. ഇനി ഇപ്പോഴത്തെ അവസ്ഥ സത്യസന്ധമായി പാമ്പ്ലാനി പിതാവോ മേജർ ആർച്ച് ബിഷപ്പോ വത്തിക്കാൻ അറിയിച്ചാൽ മാർപ്പാപ്പ പറയാൻ സാധ്യതയുള്ള ആദ്യത്തെ വചനം എങ്ങനെയായിരിക്കും, വാക്ക് എങ്ങനെയായിരിക്കും? എത്രയും പെട്ടെന്ന് ഈ കീടങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ട് അവരുടെ കീഴിലുള്ള അൽമായരുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തും. എത്രയും പെട്ടെന്ന് ഈ വിമത കീടങ്ങളെ പുറത്താക്കിയിട്ട് അവരുടെ കീഴിലുള്ള അൽമായരുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തും. ഇതായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ സത്യസന്ധമായ റിപ്പോർട്ട് മാർപ്പാപ്പയുടെ മുമ്പിൽ വന്നാൽ പറയാം. അത്രയും മോശമായ അവസ്ഥയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും പറയുന്നത് സത്യസന്ധമായ റിപ്പോർട്ട് തന്നെ പാമ്പ്ലാനി പിതാവും മേജർ ആർച്ച് ബിഷപ്പും വത്തിക്കാനിൽ കൊടുക്കണമെന്ന് തന്നെയാണ്. കാരണം അത്രയും മോശമായിട്ടുള്ള ഒരവസ്ഥയാണ് വിമത വൈദികർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ റിപ്പോർട്ട് ഇനി വിമതർക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്താലും വത്തിക്കാൻ അതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യും, ഡബിൾ ചെക്ക് ചെയ്യും. അവർക്ക് അവരുടെ നിരീക്ഷിക്കാനുള്ള അവരുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ സത്യസന്ധമായ മറുപടികളെ വത്തിക്കാനിന് മുമ്പിൽ എത്തുമെന്ന് നമുക്ക് ഉറപ്പാക്കാം. ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഈ ഏകം ന്യൂസിലൂടെ വരുന്ന കാര്യങ്ങളിൽ 99.9% നുണയോ ഭാവനയോ അവരുടെ ഒരു നിഗൂഢ അജണ്ട വെച്ചിട്ടുള്ള കാര്യങ്ങളോ ആണ്. നിങ്ങൾ ആ കെണിയിൽ വീടരുത്, അത് വിശ്വസിക്കരുത്.
ഇനി അത് കാണുകയാണെങ്കിൽ അവരുടെ കമൻറ്റ് ബോക്സൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഭാ നിലപാട് സ്വീകരിച്ച് അവർക്ക് എഴുതുക. ഈ അവർ കാര്യങ്ങൾ അറിയിക്കുക. അങ്ങനെ കമൻറ്റ് ബോക്സൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല. ചുരുക്കത്തിൽ ഇപ്പോൾ സഭ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പും പാമ്പളാനി പിതാവും എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയായൊക്കെ വളരെ ശക്തമായി ബോസ്കോ പിതാവ് വെട്ടിത്തെളിച്ച മാർഗത്തിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രത്യാശഭരിതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. പ്രശ്നങ്ങൾ തീരെ കുറച്ച് സമയം കൂടി കെടുക്കും, എങ്കിലും വളരെ പ്രത്യാശഭരിതമായ ഒരു അന്തരീക്ഷമാണ്. അതിനാൽ നമ്മുടെ മെത്രാന്മാർക്ക് വേണ്ടി, മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി, പാമ്പളാനി പിതാവിന് വേണ്ടി, അതുപോലെ കൂരിയയ്ക്ക് വേണ്ടി, അതുപോലെ മെത്രാൻ സിനഡിന് വേണ്ടി, മാധ്യമ കമ്മീഷന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ശക്തമായി പ്രാർത്ഥനകൾ തുടരുക. കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.